ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ ക്രോഷ്യ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് എൻ്റെ അനീതി ചെയ്തതും പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ അനീതി ചെയ്ത കാര്യം കാണിച്ചാൽ ദിസ് ഇസ് ദ വൺ തിങ്. ഇത് ഒരു തുലിപ് ഫ്ലവറാണ്, ലീഫും കൂടെ വെക്കാത്തേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ആൻഡ് പക്ഷേ ഇത് യൂസ് ചെയ്തിരിക്കുന്ന യാൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള യാണാണ്. ഇത് അക്രിലിക്കിൻ്റെ ഒരു ടൈപ്പ് ഓഫ് യാണാണ്. സോ ഇത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇതിനുള്ളത്. ദെൻ സെക്കൻഡ് വൺ ഓൾസോ ഒരു ഫ്ലവറാണ്, കീ ചെയിൻ വേണ്ടിയിട്ടാണ് സ്പേസ് ലീവ് ചെയ്തേക്കുന്നത്. ആൻഡ് റെഡ് സെയിം യാൺ ആൻഡ് ഒരു പിങ്ക് വേറൊരു അക്രിലിക്കിൻ്റെ ഒരു യാൺ വെച്ചിട്ടാണ് ഞാൻ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു അക്രിലിക്, ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധമാൻ എന്നാണ് ബ്രാൻഡാണ്. ഇത് വേറൊരു വേറൊരു ബണ്ടിൻ്റെ അത് ഇതാണ്, സ്ട്രിപ്പാണ്. ബട്ട് അത് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യാൺ ഞാൻ ചെയ്താണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രിപ്പാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് 100% കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇത് കോട്ടൺ ആണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി കോട്ടൺ ആണ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഇതെനിക്ക് സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യും. സെയിം കമ്പനി വർദ്ധമാൻ്റെ. ഇത് എത്ര പെർസെൻറ്റേജ് അക്രിലിക്കും എത്ര പെർസെൻറ്റേജ് കോട്ടൺ അടങ്ങിയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതെന്ന് പറയുന്നത് അക്രിലിക്കാണ്. ഇത് 100% അക്രിലിക്, 99% അക്രിലിക്കും 1% കോട്ടനുള്ളൂ. അതുകൊണ്ട് ഈ ആണിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല, പക്ഷേ ഫോർ ബിഗിനേഴ്സ് ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ അമിഗൂമീസിനൊക്കെ ഇതൊക്കെ അടിപൊളിയാണ്. ബട്ട് അത് നമുക്ക് തൊടുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടാൽ ഈ ഒരു യാണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 mm ആണ്. ആൻഡ് ആ യാണെന്ന് പറഞ്ഞാൽ 19 ആണ്, മറ്റേ രണ്ട് ഇത് വെച്ചിട്ട്. ഇത് ഒറ്റൊരു കാര്യത്തിലാണ് ക്രോഷ്യ എന്ന് പറയുന്നത്. ആൻഡ് 6.0 mm ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ യാണ് ബട്ട് ഈ ആണ് ഇതൊരു ബണ്ടിലാണ്. ഇതിൻ്റെ പോലെ നോക്കണ്ട, ഇത് ഞാൻ കുറേ നാളെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ലുക്ക് വോയിസ് 7 ആൻഡ് 4 mm ആണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ആണിന് പറഞ്ഞാൽ 3.5 mm ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ക്രോഷ്യക്കും നൈറ്റിങ്ങിന് യൂസ് ചെയ്യാം. നൈറ്റിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു യൂസ്, നിങ്ങൾക്ക് കാണുന്നില്ലേ, ഓക്കെ. ഇത് ഞാൻ വായിക്കത് ക്ലിയർ ആവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ക്ലിയർ എന്ന് നമുക്ക് വായിച്ചുതരാം. ഇത് ക്രോഷ്യക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് 3.5 mm ആണ്. ഫോർ നൈറ്റിംഗ് ആണെങ്കിൽ ഇതിന് നൈറ്റിംഗ് എന്നിട്ട് പറയും 8 to 9 ആണ് ഇതിൻ്റെ സൈസ്. നൈറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്രോഷ്യ ആയതുകൊണ്ടാണ്. യെസ്, ക്രോഷ്യയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ 3.5 mm ഇല്ല. എപ്പോഴും അതിനകത്ത് തന്നേക്കുന്ന ഹുക്കിനെങ്കിലും ഒരു ഇത് കൂടുതലോ ഒരു ഇത് കുറവോ യൂസ് ചെയ്യുക, അതൊരു ഇച്ചിരി ബെറ്റർ എന്നാണ് പറയുന്നത്. സോ ഞാൻ 4 mm ആണ്, അതുകൊണ്ടൊന്നുമല്ല, എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. മാത്രമല്ല എനിക്കത് അതിന് വേണ്ടി വരുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹുക്കിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കായിട്ട് 3 ഹുക്കാണ്, 8 mm, 6 mm ആൻഡ് 4 mm. ഈ 0.5 mm ഇങ്ങനത്തെ എംഎംസ്, അതായത് കറക്റ്റ് 4 mm, കറക്റ്റ് 4 mm, കറക്റ്റ് 6 mm, കറക്റ്റ് 8 mm യൂസ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരിക. സോ ഈ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 4 mm ആണ്. സോ ഞാൻ ഇത്രയും ചെയ്ത് ബാക്കി ഞാൻ കാണിച്ചിരുന്നു ഞാൻ ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ എന്നുള്ളതിനെ ഡബിൾ ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബണ്ടിലായിട്ട് കണക്ട് ആയിട്ടുള്ള യാണെന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് എന്താവും, ടൈറ്റ് ആവും. സോ പിടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ പോർഷൻ വരുന്നത്. സോ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട് കാണാനായിട്ട്. സോ ഇവിടെ ഈ കാണുന്നൊരു പോർഷൻ ഉണ്ട്, ഈ കാണുന്ന പോർഷനിലോട്ടേക്ക് ഒന്ന് ഇൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. സോ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പോർഷനിൽ, സെയിം പോർഷനിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തതിന്. ഇനി ഈ ബണ്ടിലായിട്ടുള്ളതിനെ നമ്മൾ ഇതുപോലെ ഗ്രാബ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആ ഉള്ളിൽ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 2 നോട്ടാണ് കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചൊന്നും നോക്കണ്ട, ഇതങ്ങനെയാണ്. 2 നോട്ട് എടുക്കുന്നുണ്ട്. ഇനി ആ 2 നോട്ടിൻ്റെ ഇടയിൽ കൂടി അടുത്ത ഈ ബണ്ടിലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നു ഇരിക്കണം. സോ അപ്പോൾ ഇവിടെ ഒരു ചെയിൻ ഫോം ആകും. ഇനി നമ്മളിത് ഈ കാണുന്ന ഈ അടുത്തതായിട്ട് കാണുന്നുണ്ട്, അവിടെ തന്നെ നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യും. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെയാകും പുറകിലായിട്ട് ബണ്ടിലായിട്ട് കണക്റ്റ് ആയിട്ടുള്ള യാണിനെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും വരാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബണ്ടിലായിട്ട് കണക്റ്റ് ആയിട്ടുള്ള യാണിനെ എന്ത് ചെയ്യുക, ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരാം. സോ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്തായാലും വീണ്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇത് ഭയങ്കര എളുപ്പമുള്ള പ്രോസസ്സാണ്. നമ്മൾ അതിൻ്റെ എൻ്റെ തുമ്പിനെ അടുത്ത് തന്നെ കാണിക്കാം. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പ്രോസസ്സ്. പക്ഷേ വേറെ ഒരു പ്രോസസ്സുണ്ട്, അതായത് ഇതിൻ്റെ ടേണിംഗ് പോയിൻറ്റ് ഇച്ചിരി ടഫാണ്. അത് ലാസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ലൂസായിട്ട് ചെയ്യണം. ആൻഡ് ക്രോഷ്യ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കപ്പോൾ നോക്കാം. നമ്മുടെ ചാനലിൽ ക്രോഷ്യനെ പറ്റിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടാം, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വീഡിയോസ് ഇടാം. ഗ്രാനി സ്ക്വയർ, അമിഗുർമീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ക്രാഫ്റ്റ് റിലേറ്റഡും ചെയ്യാം, റെസിൻ റിലേറ്റഡും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ
ഇതൊരു വളരെ ഈസി പ്രോസസ്സാണ്. ഈ ഒരു ഇപ്പം ഞാൻ കാണിച്ച ഒരു ചെയിൻ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് എ പൗച്ച് ഫോർ കീപ്പിംഗ് സ്റ്റേഷനറീസ്. അത് നമ്മൾ സ്കൂളിൽ കൊണ്ടാണ് ഈ ഒരു 100% കോട്ടൺ വാങ്ങുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂസിങ് ഫോർ മേക്കിംഗ് ഡ്രസ്സസ് ബൈ ക്രോഷേ, ബൈ ഡൂയിങ് ക്രോഷേ. അതായത് ഡ്രസ്സ് ഉണ്ടാക്കാനും പൗച്ച് ഉണ്ടാക്കാനും ബാഗ് ഉണ്ടാക്കാനും ഒക്കെ എന്താണ് ഈ ഒരു യാൺ ബെസ്റ്റ് ആയിരിക്കും. ഇതായിട്ട് അവസാനം ഒരു മിനിമൽ ചൂടിൽ എന്ത് ചെയ്യണം, ഒന്ന് അയൺ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും, ബിക്കോസ് ഇത് നമുക്ക് കുറച്ച് ലെങ്ത്തിലുള്ളൊരു വീഡിയോ മാത്രമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പഠിപ്പിച്ചേക്കുന്നത്. സോ നമുക്കൊരു ഇത് എടുക്കാം. നമ്മൾ എൻ്റെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത്രയും ഒന്ന് ഗ്രാബ് ചെയ്യുക ആൻഡ് അതൊന്ന് കീപ്പ് ചെയ്ത് തന്നെ അതിന് പോട്ടില്ല പെട്ടെന്ന്. ഓർ നമുക്കൊരു സ്ലൈഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. സ്ലൈഡോ പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കാം. സോ ഐ എം ഗോയിങ് ടു യൂസ് എ ടിക് ടാക് സ്ലൈഡ്. ഇറ്റ് ഈസ് ഈസി ടു ഡു. ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കൂടെ വലിച്ചാലും ഇത് ഒരു ലെവൽ കഴിഞ്ഞാൽ അത് അങ്ങ് അതിന് പോകത്തില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൺലി. സോ നമുക്കൊന്നൊരു ഫൈനൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ അങ്ങനെയായിരുന്നു എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ ഇത് പാത്തുണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാത്തുണ്ടാക്കിയതാണ്, ഫിബ് ഉണ്ടാക്കിയതല്ല. ആൻഡ് ഈ ആണെങ്കിലും ബെറ്റർ ഇതുപോലെ ഇത് ചെയ്യുന്ന ആണായിരിക്കും കേട്ടോ. സോ ഇതുപോലത്തെ അടിപൊളി കുഞ്ഞു വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ക്രോഷേ ബന്ധപ്പെട്ടതോ ക്രാഫ്റ്റ് റിലേറ്റഡോ എന്തെങ്കിലും ആയിരിക്കും. സോ വേഗം വരാൻ ശ്രമിക്കാം. എക്സാം അല്ലേ, അപ്പോൾ വേഗം ഒന്ന് കുറച്ച് ഷോർട്ടായിട്ട് എടുത്തിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.